അൽഹംദുലില്ലാ, ഹാജിമാരൊന്നിച്ച് ഇന്ന് പരിശുദ്ധമായ തൻഈമിലെ ആയിഷ മസ്ജിദിലേക്ക് ഇഹ്റാമിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഇന്ന് ഹാജിമാരുടെ രണ്ടാം ഉംറയിലാണുള്ളത്. അൽഹംദുലില്ലാ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിൽ വന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നു, നബിയെ, എനിക്കൊരു ഉംറ നിർവഹിക്കണം. ഉടനെ ആയിഷ ബീവിയോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ആയിഷ, ഞങ്ങൾ തൻഈമിൽ പോയിക്കൊണ്ട് ഇഹ്റാം ചെയ്യുക എന്ന്. അതനുസരിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തൻഈമിലേക്ക് ഇഹ്റാമിന് വേണ്ടി പുറപ്പെട്ടു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇഹ്റാം ചെയ്ത സ്ഥലത്ത് ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടു. ആ പള്ളിയുടെ പേരാണ് മസ്ജിദ് ആയിഷ. അവിടെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. അൽഹംദുലില്ലാ, ഇഹ്റാമിൻ്റെ സുന്നത്ത് നിസ്കാരം നിർവഹിച്ചതിൻ്റെ ശേഷം ഇവിടെ വെച്ചുകൊണ്ട് ഇഹ്റാം ചെയ്യുകയാണ് പതിവ്. അതുപ്രകാരം ഞാനും എൻ്റെ ഹാജിമാരും ഇൻഷാ അല്ലാഹ് അല്പസമയത്തിന് ശേഷം ഇവിടുന്ന് ഇഹ്റാമിൻ്റെ സുന്നത്ത് നിസ്കരിച്ചതിൻ്റെ ശേഷം ഇൻഷാ അല്ലാഹ് ഇഹ്റാം ചെയ്യും. വളരെ പവിത്രമായ ഒരു പള്ളി, അതിമനോഹരമായ പള്ളിയാണ് തൻഈമിലെ ആയിഷ മസ്ജിദ്. അൽഹംദുലില്ലാ, ഇവിടെ പലതവണ വരാനും ഇഹ്റാം ചെയ്യാനൊക്കെ അവസരം ലഭിച്ചു എന്നതിലുള്ള വലിയ ചാതുരാർത്ഥ്യം, അൽഹംദുലില്ലാ, മനസ്സിൽ തട്ടുന്ന അനുഭവം എന്നൊക്കെ പറയുന്നത് പോലെ വലിയ സന്തോഷമാണ്. അള്ളാഹു ഒരുപാട് കാലം ഹാജിമാർക്ക് ഖിദ്മത്ത് ചെയ്യാനുള്ള ആയുസ്, ആരോഗ്യം അവൻ പൊരുത്തപ്പെട്ട രൂപത്തിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. എൻ്റെ ഹുബ്ബുൽ മദീനയിലുള്ള എൻ്റെ സ്നേഹനിധികളായ ഉമ്മമാർ, സഹോദരിമാർ, ജീവന തുല്യം സ്നേഹിക്കുന്ന എൻ്റെ സ്നേഹനിധികളായ സഹോദരന്മാർ, എല്ലാവർക്കും അള്ളാഹു ഖൈറും ബറക്കത്തും ഏറ്റിക്കൊടുക്കട്ടെ. വളരെ പ്രയാസകരമായി പ്രയാസം അനുഭവിക്കുന്നു എന്നറിഞ്ഞപ്പോൾ പൊട്ടിക്കരഞ്ഞ ഒരുപാട് സഹോദരിമാർ, അതുപോലെ എല്ലാ യാത്രയിലും സിയാറത്ത് യാത്രയിലടക്കം പങ്കെടുക്കാറുള്ള ആമിന ഉമ്മ ചെറുതുരുത്തി വളരെ പ്രയാസപ്പെട്ട് വീട്ടിൽ ചികിത്സയിലുണ്ട്. അള്ളാഹു അവർക്ക് ആജിലായ ശിഫാ നൽകട്ടെ. അതുപോലെ തന്നെ വളരെ വലിയ രോഗത്തിന് അടിമപ്പെട്ട റഷീദയുടെ ഭർത്താവ് മരണപ്പെട്ടു. അള്ളാഹു അവർക്ക് സ്വർഗം നൽകട്ടെ. അതുപോലെ സുലൈഖ പൊന്നാനി, അവരൊക്കെ വളരെ പ്രയാസപ്പെട്ട് വീട്ടിൽ രോഗവുമായി മല്ലടിക്കുകയാണ്. റബ്ബ് തആല അവർക്കൊക്കെ ആജിലായ ശിഫാ നൽകട്ടെ. എല്ലാ സിയാറത്ത് യാത്രയിലും സഹവർത്തിയായി എപ്പോഴും ഒരുമിച്ച് ഭക്ഷണ സാധനങ്ങൾ തയ്യാർ ചെയ്യാനും മറ്റും സഹായികളായി ഉണ്ടാവുന്ന എൻ്റെ സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ എത്രയും എടുത്തു പറഞ്ഞാൽ തീരാത്ത സഹോദരിമാർ, അവർക്കൊക്കെ വലിയ പുരോഗതിയും റാഹത്തും നൽകട്ടെ. സുഹറ കിള്ളിമംഗലം, അവരുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. റബ്ബ് തആല പെട്ടെന്ന് അത് പൂർത്തീകരിച്ച് സന്തോഷം അവർക്ക് നൽകട്ടെ. അതുപോലെ പേരെടുത്ത് പറയുന്നവരും പറയാത്തവരുമായ ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ വലിയ റാഹത്തുള്ള ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ വിഷമങ്ങളിൽ നിന്നും അള്ളാഹു സലാമത്താക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.